ഹായ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് നിഖിൽ ആനന്ദ് തിരക്കഥ എഴുതി 2024 പുറത്തിറങ്ങിയ ഒരു മലയാളം ഹൊറർ ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ പേര് ഹണ്ട്. ഭാവന, രഞ്ജി പണിക്കർ, ചന്തുനാഥ്, അജ്മൽ, അതിഥി രവി, രാഹുൽ മാധവ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷാജി കൈലാസിന്റെ പടം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഫൈറ്റിംഗ് മൂവീസ്, ഭയങ്കര ഡയലോഗുള്ള ഒരു മൂവീസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഹൊറർ പടം ഇങ്ങനെ എടുക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. കാരണം ഷാജി കൈലാസിന്റെ വന്നപ്പോഴാണ് ഞാൻ ഈ പടം കാണാൻ ഇരുന്നത്. എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവും എന്നുള്ളൊക്കെ വിചാരിച്ചു. പക്ഷെ ഹൊറർ വളരെ കുറവ്, ത്രില്ലിങ് വളരെ കുറവ്, മൊത്തത്തിൽ എല്ലാം തികയാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും സീനുകളുണ്ടോ? ഇല്ല. എന്നാ കുറച്ച് ഫൈറ്റ് കാര്യങ്ങളോ അതുണ്ടോ? ഇല്ല. എന്നാ പേടിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഹൊറർ സീക്വൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതുമില്ല. അപ്പോ മൊത്തത്തിൽ പടം പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു വട്ടം കണ്ടിരിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഹണ്ട് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബോ അല്ലെങ്കിൽ ഒരു പേടിയോ കാര്യങ്ങളൊന്നും സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല, അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഒരു വലിയ ഹോസ്പിറ്റല്, അവിടുത്തെ ഡോക്ടറാണ് നമ്മുടെ ഭാവന. അപ്പോ ഭാവനയ്ക്ക് എന്താ പറയാ, വിശ്വാസം, അതായത് ദൈവത്തിൽ വിശ്വാസം അല്ലെങ്കിൽ പ്രയത്തിൽ വിശ്വാസം, അതായത് നിരീശ്വരവാദി എന്ന് തന്നെ പറയാം. അപ്പൊ അവിടെ ഒരു സ്പിരിറ്റിന്റെ ഒരു സംഭവം, അതായത് ആ ഹോസ്പിറ്റലിൽ ഒരു മോർച്ചറി ഉണ്ട്. അപ്പൊ ആ മോർച്ചറിയിൽ ഒരു പ്രേതമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഇവൾക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു വിശ്വാസ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ സ്പിരിറ്റാലിറ്റുമായിട്ട് നടക്കുന്ന ഒരു ആളാണ് രഞ്ജി പണിക്കർ. അപ്പൊ അദ്ദേഹത്തെ ഈ ഒരു കോളേജിലോട്ട്, അതായത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ മോർച്ചറിലോട്ട് പോകുമ്പോൾ ഭാവന പറയും, നിങ്ങൾ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണ്ടേ? ആരെങ്കിലും ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാലല്ലേ ഇത് ഉണ്ടോ ഇല്ലെന്നൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഭാവന ഇതിനുള്ളിലോട്ട് വിടുന്നു. അവിടെ വെച്ചിട്ട് ചെറിയൊരു പ്രേതത്തിന്റെ ഒരു സംഭവം ഉണ്ടാവുന്നു. ഭാവന പേടിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു സ്പിരിറ്റ് ഭാവനയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുന്നു. വീണ്ടും നമ്മൾ രഞ്ജി പണിക്കരുടെ അടുത്ത് പോയിട്ട് പറയുന്നു, ഞാൻ അങ്ങനെ അവിടെ അങ്ങനെ സംഭവം കണ്ടതിന് ശേഷം എനിക്ക് ആ ഒരു സംഭവം പിന്നാലെ തന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോ രഞ്ജി പണിക്കർ പറയുന്നത്, നിനക്ക് ആ ഒരു കഴിവുള്ള കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് നിന്നോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം കൊണ്ടാണ് നിന്റെ കൂടെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സ്പിരിറ്റ് പറയുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് ഈ ഒരു സ്പിരിറ്റ്, മരണപ്പെട്ട ആൾ. അപ്പോ ഇവര് മരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെയാണ് പിന്നീട് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഈ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവൾക്കൊരു ആങ്ങളെ കൊച്ചുണ്ടാവും. ആ കൊച്ചും ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് മരിക്കുന്നത്. ആ ഒരു മരണത്തിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സാറ എന്ന് പറയുന്ന ഡോക്ടറും മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവളിങ്ങനെ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുന്ന ആൾക്കാര് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ പ്രേതം കൊല്ലുന്നു. ഇത്രയാണ് സിനിമ. അപ്പോ ഈ പ്രേതം വരുന്ന ഈ ഹൊറർ സീക്വൻസോ കാര്യങ്ങളൊന്നും നമുക്കൊരു പ്രത്യേക ഒരു അയ്യോ എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാം എന്ന് പറയുന്നൊരു സിനിമ മാത്രമായിട്ടാണ് എനിക്ക് ഹണ്ട് എന്ന് പറയുന്ന ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ കുഴപ്പമില്ല, എല്ലാവരും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയാ, ഒരു സിനിമ എന്നുള്ള രീതി മാത്രമാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഷാജി കൈലാസ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു സംഭവം പ്രതീക്ഷിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല ഡയലോഗ് കാര്യങ്ങളോ. പക്ഷെ അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹൊറർ പടം എടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നിയത്. വേറൊന്നും ഈ സിനിമയിൽ പറയാനില്ല, അതുകൊണ്ടാണ് വേറൊന്നിനെ പറ്റും ഞാൻ പറയാത്തത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ അഭിപ്രായം പറയണം, കമന്റ് ആയിട്ട് അറിയിക്കണം. ഈ ഹണ്ട് എന്ന് പറയുന്ന ഭാവനയുടെ ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഒരു കാരണവശാലും ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക. ഇനി ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് എന്നെ തെറി വിളിക്കാൻ വരരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ സിനിമ കാണുക. കണ്ടിട്ടുള്ളവർ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.